Hi all, EE301 Power Generation, Transmission and Protection Module 3 third lecture series ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഓവറോൾ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈൻ സപ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ടവേഴ്സ് എന്താണെന്നാണ് അപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ലൈൻ സപ്പോർട്ട്സ് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഫോർ ഓവർഹെഡ് ലൈൻ കണ്ടക്ടേഴ്സ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് പോൾസ് ആൻഡ് ടവേഴ്സ് കോൾഡ് ലൈൻ സപ്പോർട്ട്സ്. അതായത് നമ്മൾ ഈ ഓവർഹെഡ് ലൈന് പോകുമ്പോൾ വെറും ടവേഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ പോൾസ് വേണം. പോൾസ് എന്താണ് ഈ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ പോൾസും ടവേഴ്സും കൂടിയിട്ടുള്ളതിനാണ് നമ്മൾ എന്താ പറയാ ലൈൻ സപ്പോർട്ട്സ് എന്ന് പറയാം. പക്ഷെ നമ്മൾ ലൈൻ സപ്പോർട്ട്സ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് ടവേഴ്സിലോട്ടാണ് പോകുന്നത്. ഇൻ ജനറൽ ദ ലൈൻ സപ്പോർട്ട്സ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ജനറലി ലൈൻ സപ്പോർട്ട്സിന് ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. എന്താണ്? ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു വിത്ത്സ്റ്റാൻഡ് ദ വെയിറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് വിൻഡ് ലോഡ്സ് എക്സെട്ര. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്. കാരണം എന്താ വെച്ചാല് കണ്ടക്ടറിന് ഒരു സർട്ടൺ വെയിറ്റ് ഉണ്ടാവും, കാരണം ത്രൂ ഔട്ട് ഇങ്ങനെ വരണല്ലേ. അതുപോലെ വിൻഡ് വരുന്നതിനനുസരിച്ചിട്ടും അത് മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം അതിനെ പ്രതിരോധിക്കാനുള്ള. ലൈറ്റ് ഇൻ വെയിറ്റ് വിത്തൗട്ട് ലോസ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. പോൾസും ഈ ടവേഴ്സും എത്ര ലൈറ്റ് ആണോ അത്രയും നല്ലതാണ് വെയിറ്റില്. ഓക്കെ, പക്ഷെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ചെയ്യാൻ പാടില്ല, ലോസ് ചെയ്യാൻ പാടില്ല. ചീപ്പ് ഇൻ കോസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ ടു മെയിൻറ്റെയിൻ. ലോങ്ങർ ലൈഫ്. ഈസി ആക്സസിബിലിറ്റി ഓഫ് കണ്ടക്ടേഴ്സ് ഫോർ മെയിൻ്റെനൻസ്. നമ്മുടെ കണ്ടക്ടൻസ് നമുക്ക് മെയിൻ്റെനൻസിന് ഈസി ആക്സസിബിൾ ആയിരിക്കും. ഈ ലൈൻ സപ്പോർട്ട്സ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്? ലൈൻ സപ്പോർട്ട്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് distribution of electric power are of various types, including wooden poles ഉണ്ട്, steel poles ഉണ്ട്, RCC poles ഉണ്ട്, lattice steel towers ഉണ്ട്. Okay, the choice of supporting structure for a particular case depends upon line span, cross-sectional area, ലൈൻ വോൾട്ടേജ്, കോസ്റ്റ്, ലോക്കൽ കണ്ടീഷൻ. അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യണത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൈൻ സ്പാൻ നോക്കും. അതായത് ലൈനിന്റെ സ്പാൻ അതെന്താന്നുള്ളത് നമുക്ക് അടുത്ത 4-5 സ്ലൈഡ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ, എത്ര ക്രോസ് സെക്ഷണൽ ഏരിയ വേണം, വോൾട്ടേജ് എത്രയാണ്. അപ്പോൾ നമ്മൾക്ക് പല ടൈപ്പ് ട്രാൻസ്മിഷൻ ഉണ്ട്. 11 kV ട്രാൻസ്മിഷൻ ഉണ്ട്, പിന്നെന്താണ് 415 വോൾട്ടിന്റെ ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ വോൾട്ടേജിനനുസരിച്ച് നമ്മൾക്ക് ഈ കണ്ടക്ടേഴ്സിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഒക്കെ വ്യത്യാസം വരും. അപ്പൊ അതിനനുസരിച്ച് സപ്പോർട്ട്സ് നമ്മൾ മാറ്റും. അതുപോലെ കോസ്റ്റ്, ലോക്കൽ കണ്ടീഷൻസ്. ഫസ്റ്റ് വുഡൻ പോൾസ്. These are made of seasoned wood and are suitable for lines of moderate cross-sectional area and of relatively shorter spans, says up to 50 meters. അതായത് രണ്ട് പോളിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനാണ് ആ 50 meters എന്ന് പറയുന്നത്. ഓക്കെ, സ്പാൻ എന്ന് പറയുന്നത്. അപ്പോ ഈ സീസൺഡ് വുഡ് വെച്ചിട്ടാണ് എന്തുണ്ടാവുക, വുഡൻ പോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് മോഡറേറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ടുള്ള റിലേറ്റീവ്ലി ഷോർട്ടർ സ്പാൻസിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സച്ച് സപ്പോർട്ട്സ് ആർ ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ്. പ്രൊവൈഡ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്. വുഡ് ആയതുകൊണ്ട് എന്താണ്, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഹൈ ആയിരിക്കും. therefore are widely used for distribution purposes in rural areas as an economical proposition. അപ്പോൾ ഇപ്പോ ഒക്കെ RCC ആയി തുടങ്ങി. പക്ഷെ കൂടുതലും നമ്മളുടെ വീടിന്റെ അവിടെയൊക്കെ നമ്മൾക്ക് ശരിക്കും എന്താ പവർ ജനറേറ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സൈഡിൽ എന്ത് ചെയ്യും, ഈ വുഡൻ പോൾസ് ആണ് കുറെ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. The wooden poles are generally tend to rot below the ground level, causing foundation failure. Wooden poles foundation proper അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ദ്രവിക്കാനും അതുപോലെ അതിന്റെ കളർ ചേഞ്ച് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. In order to prevent this, the portion of the pole below the ground level is impregnated with preservative compounds like corrosive oil. Okay, corrosive oil ആയിട്ട് എന്ത് ചെയ്യും, ഇത് ഇംപ്രിഗ്നേറ്റ്, അതായത് അടിയിൽ കുറച്ച് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ എന്താണ് ഇതാവാതിരിക്കാൻ, നാശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. ഡബിൾ പോൾ സ്ട്രക്ചേഴ്സ് ഓഫ് ദ എ ഓർ എച്ച് ടൈപ്പ് ആർ ഓഫൺ യൂസ്ഡ്. ഇതാ ഈ ടൈപ്പ്, എ ടൈപ്പ് അല്ലെങ്കിൽ എച്ച് ടൈപ്പ്. ഈ എച്ച് ടൈപ്പ് കൂടുതലും യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ കൂടുതലും ഈ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഇടയിൽ വെച്ചിട്ട് ഇതാക്കാൻ ഏറ്റവും നല്ല എച്ച് ടൈപ്പാണ്. ഓക്കെ, ടു ഒബ്റ്റെയിൻ ഹൈ ട്രാൻസ്ഫർ സ്ട്രെങ്ത് ദാൻ കുഡ് ബി economically provided by means of single poles. The main objectives of two wooden supports are ഒന്ന്, tendency to rot below the ground level. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന്റെ അടിയിലുള്ള ഭാഗങ്ങൾ ദ്രവിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ചിങ്ങിനൊക്കെ ചാൻസ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി സ്മോളർ ലൈഫ്, 20 to 25 ഇയേഴ്സിന്റെ സ്മോളർ ലൈഫേ ഉള്ളൂ.
cannot be used for voltage higher than 20 kilovolt in the മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. Less mechanical strength and required periodic inspection. Next is steel poles. Steel poles are often used as a substitute for wooden poles. Wooden poles എന്നുള്ള substitute ആണ്. They possess greater mechanical strength. Mechanical strength കൂടുതലാണ്, longer life ആണ്, permit longer spans to be used. അപ്പോൾ span കുറച്ചുകൂടി കൂട്ടാം. Such poles are generally used for distribution purposes in the cities. നേരത്തെ distribution purposes rural areasലാണെങ്കിൽ the distribution purposes in the cities യൂസ് ചെയ്യും. This type of supports need to be galvanized or painted in order to prolong its life. തുരുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്നിലേക്ക് galvanize ചെയ്യും അല്ലെങ്കിൽ പെയിന്റ് ചെയ്യും. The steel poles are of three types: rail poles, tubular poles and rolled steel joints. അങ്ങനെ 3 type ഉണ്ട്. Third one, RCC poles. The reinforced concrete poles have become more popular as line supports in recent years. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കൂടുതലും എന്ന് പറഞ്ഞാൽ reinforced concrete poles ആണ് വരുന്നത്. Okay, they have greater mechanical strength, longer life and permit longer spans than steel poles. Even steel poles നെക്കാട്ടിയും span എന്താണ് കൂടുതലായി. Span ആണ് രണ്ട് പോൾ തമ്മിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്, അതാണ് പറയുന്നത്. Moreover, ആ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയുന്നത്. Moreover, they give good outlook, require little maintenance and have good insulating properties. മാത്രമല്ല നല്ല കാണാൻ, പുറത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ എന്താണ്, ലിറ്റിൽ മെയിൻ്റെനൻസ് മതി. അതേപോലെ എന്താണ്, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഗുഡ് ആണ്. The figure shows poles of the, ഇത് സിംഗിൾ സർക്യൂട്ടും ഇത് ഡബിൾ സർക്യൂട്ടും, അങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ട് കാണിക്കണം. അതായത് സിംഗിൾ സർക്യൂട്ട് പറഞ്ഞാൽ ത്രീ ലൈൻ മാത്രമേ ഇവിടെ പോകുള്ളൂ. ഇത് ഒരു സൈഡിൽ 3 ലൈൻ പോകും, ഒരു സൈഡിൽ അടുത്ത 3 ലൈൻ പോകും. The holes in the poles facilitate the climbing of poles and at the same time reduce the weight of line support. ഈ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിനെ ചവിട്ടിയിട്ട് മേലെ കയറാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതിന്റെ വെയിറ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. The main difficulty with the use of these poles is the high cost of transport owing to their heavy weight. Heavy weight ആയതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പോർട്ട് എന്താ ഹൈ കോസ്റ്റ് ആണ്. Therefore, such poles are often manufactured at the site in order to avoid heavy cost of transportation. അപ്പോൾ ചിലയിടത്ത് അത് എന്ത് ചെയ്യും, നമ്മൾ അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. Last one, steel towers. In practice, good wooden, steel and reinforced concrete poles are used for distribution purpose at low voltage, say up to 11 kV. Practically നമ്മൾ wooden pole, അതുപോലെ steel, RCC poles ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, 11 kV വരെ യൂസ് ചെയ്യാം. However, for long distance transmission at a higher voltage, steel towers are invariably employed. അതായത് ഹയർ വോൾട്ടേജിലുള്ള, നമ്മളിപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പോകുമ്പോൾ വലിയ ടവർ കാണാം, അതാണ് ഈ സ്റ്റീൽ ടവർ പറയുന്നത്. അപ്പൊ ഈ സ്റ്റീൽ ടവർ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതിന്റെ അടിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഒരു തരം സൗണ്ട് ഉണ്ടാവും, അത്രയും ഹൈ വോൾട്ടേജ് ആണ് ഇപ്പോൾ ഉണ്ടാവുക. The steel towers have greater mechanical strength, longer life, can withstand most severe climatic conditions and permit the use of longer spans. ഈ നമ്മൾ സാധാരണ ഒരു കോൺക്രീറ്റ് പോളോ അല്ലെങ്കിൽ ഒരു വുഡൻ പോളോ വെക്കണ ഗ്യാപ്പ് ആയിരിക്കില്ല സ്റ്റീൽ ടവേഴ്സ് ഉണ്ട്, ഭയങ്കര വാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പാൻ എന്ത് ചെയ്യാം, കൂടുതൽ വരാം. Okay, the risk of interrupted service due to broken or punctured insulation is considerably reduced owing to longer spans. കാരണം എന്താ വെച്ചാല് മറ്റേത് 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ എത്ര പോൾസ് വരും നോക്കുക, അപ്പൊ അതിനൊക്കെ ഇൻസുലേറ്റേഴ്സ് ഉണ്ടാവും, അത് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ടാവും. നേരെ ഈ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ സ്റ്റീൽ ടവേഴ്സ് ആണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം കുറവായിരിക്കും. എണ്ണം കുറവുകൊണ്ട് തന്നെ എന്താണ് ഇൻസുലേറ്റേഴ്സിന്റെ കംപ്ലൈന്റ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ interruption കുറവായിരിക്കും. ടവർ footings are usually grounded by driving rods into the earth. ഇത് സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ ആ ടവർ ഫൂട്ടിങ്സ്, ഷോക്ക് അടിക്കാന്ന് കഴിഞ്ഞാൽ വല്ലൊരു ഷോട്ട് വന്നു കഴിഞ്ഞാൽ അടിക്കാതിരിക്കാൻ എന്ത് ചെയ്യും, ഡ്രൈവിംഗ് റോഡ്സ് എന്ത് ചെയ്യും, എർത്തിൽ കൊടുത്തിട്ടുണ്ടാവും. This minimizes the lightning troubles as such as each tower acts as a lightning conductor. അതുപോലെ ഇത് എന്ത് ചെയ്യും, ലൈറ്റ്നിങ് ട്രബിൾ ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ ലൈറ്റ്നിങ് കണ്ടക്ടർ ആയിട്ടും ആക്ട് ചെയ്യും. ഫിഗർ 1 shows a single circuit tower. ഇതൊരു സിംഗിൾ സർക്യൂട്ട് ടവർ ആണ്. അപ്പൊ എന്താണ്, 3 ഫേസ്. ഇവിടെ എന്താണ്, ഡബിൾ സർക്യൂട്ട് ടവർ ആണ്. ഈ സിംഗിൾ ഇങ്ങനെ ഒരു ടവർ ഓൾറെഡി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ ഒരു ഡബിൾ സർക്യൂട്ട് ടവർ ആണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 സെറ്റ് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അയക്കാൻ പറ്റും. ഡബിൾ സർക്യൂട്ട് ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് എൻഷുർസ് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ. In case
there is breakdown of one circuit, the continuity of supply can be maintained by the other circuit. ഇതിലെ ഏതെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ആയാലും മറ്റേ സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് സാഗ് ഇൻ ഓവർഹെഡ് ലൈൻസ്. നമ്മൾ ഒരു ഓവർഹെഡ് ലൈൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് ലൈൻ വെച്ചിട്ട് അവിടെ ഡയറക്റ്റ് ആയിട്ട് കണ്ടക്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രെച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കണ്ടക്ടർ കുറച്ച് മതിയാറുണ്ട്. അവിടെ ഒരു പെർമിസിബിൾ എന്ത് കൊടുക്കണം, നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. അത് എന്താ വെച്ചാൽ വൈൽ ഇറക്ടിങ് ആൻ ഓവർഹെഡ് ലൈൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കണ്ടക്ടേഴ്സ് ആർ അണ്ടർ സേഫ് ടെൻഷൻ കുറക്കണം. ഓക്കെ, if the conductors are too much stretched, നല്ല സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്വീൻ സപ്പോർട്ട്സ് ഇൻ എ ബിഡ് ടു സേവ് കണ്ടക്ടർ മെറ്റീരിയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ ദ സ്ട്രെസ് ഇൻ ദ കണ്ടക്ടർ മേ റീച്ച് അൺസേഫ് വാല്യൂ. ആ സ്ട്രെസ് കാരണം കൊണ്ട് എന്ത് ചെയ്യും, കണ്ടക്ടർ ഒരു അൺസേഫ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇൻ സർട്ടൻ കേസസ് ദ കണ്ടക്ടർ മേ ബ്രേക്ക് ഡ്യൂ ടു എക്സസീവ് ടെൻഷൻ കാരണം എന്ത് ചെയ്യും, കണ്ടക്ടർ ബ്രേക്ക് ചെയ്യും. In order to permit safe tension in the conductors, they are not fully stretched but are allowed to have a dip or sag. അപ്പൊ എന്ത് ചോദിച്ചാല് ഒരു സേഫ് വാല്യൂ, ഒരു സേഫ് ടെൻഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചെറിയൊരു ഗ്യാപ്പ് എന്ത് ചെയ്യും, ചെറിയൊരു ഇതിലൊരു ഡിപ്പ് ഇടും അല്ലെങ്കിൽ സാഗ് ഇടും. അതിനാണ് നമ്മൾ പറയുന്നത് സാഗ് ഇൻ ഓവർഹെഡ് ലൈൻ. അപ്പൊ ദ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ പോയിന്റ്സ് ഓഫ് സപ്പോർട്ട്സ്, ഇതാണ് പോയിന്റ്സ് ഓഫ് സപ്പോർട്ട് എ ബി എന്നുള്ളത്, അതും ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ കണ്ടക്ടർ ഈസ് കോൾഡ് സാഗ്. അപ്പൊ ഈ എയുടെയും ഈ ഓടിയും ഇതിന്റെ ഇടയിലുള്ളതിനാണ് നമ്മൾ എന്താ പറയുക, സാഗ് എന്ന് പറയുക. The figure shows the conductor suspended between two equilevel A and B. Okay, രണ്ട് equilevel ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. The conductor is not fully stretched but is allowed to have a dip. ഡയറക്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതെ എന്ത് ചെയ്യും, ചെറിയൊരു ഡിപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The lowest point on the conductor the lowest point on the conductor is O and the sag is S. അപ്പൊ A to O ന്റെ ഈ ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് സാഗ് എന്ന് പറയുന്നത്. The following points may be noted. When the conductor is suspended between two parallel supports at the same level, it takes the shape of catenary. However, if the sag is very small compared with the span, then sag-span curve is like a parabola. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇക്യു ഡിസ്റ്റൻസ് ആണെങ്കിൽ അതെന്താണ്, ഒരു കാറ്റനറി ഷേപ്പിലാണെന്നാണ് പറയുന്നത്. അതിന് ഡിസ്റ്റൻസ് എന്താണ്, സ്പാൻ കർവ് നമുക്ക് എന്ത് പറയാൻ പറ്റും, പരാബോള ആയിട്ടാണെന്നും പറയാം. എന്ത്, സാഗ് വളരെ കുറവാണെങ്കിൽ. The tension at any point on the conductor acts tangentially. Thus, tension T0 at the lowest point O acts horizontally as shown in the figure. അതായത് ഈ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ, അപ്പൊ ടെൻഷൻ എന്താണ്, കണ്ടക്ടറിന്റെ ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ട് T0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ T0 അല്ല TO at the lowest point O അത് ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ കണക്കാക്കുക. The horizontal component of tension is constant throughout the length of the wire. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ടെൻഷന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ത്രൂ ഔട്ട് എന്തായിരിക്കും, ലെങ്ത് ഓഫ് ദ വയർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സാഗിന്റെ ടാൻജൻഷ്യൽ ആയിട്ട് എടുക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ഈ O എന്നുള്ള ലോവസ്റ്റ് പോയിന്റ് അവിടെ ടാൻജൻഷ്യൽ ആയിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ടെൻഷൻ TO എന്ന് പറയാം. The tension at supports is approximately equal to the horizontal tension acting at any point on the wire. Thus, if T is the tension at the support B, then T is equal to TO. അതായത് നമ്മൾ സപ്പോർട്ട് ബിയുടെ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനും ഹൊറിസോണ്ടലി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടെൻഷൻ ഉണ്ടല്ലോ കണ്ടക്ടറിന് ടാൻജൻഷ്യൽ ആയിട്ട്, അത് രണ്ടും എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. കണ്ടക്ടർ സാഗ് ആൻഡ് ടെൻഷൻ, ഇനി കണ്ടക്ടറിന്റെ സാഗും ടെൻഷനുമാണ്. അതെങ്ങനെയെന്നുള്ളതാണ് നോക്കാൻ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ഇതിന് ഒരു ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ഉണ്ട്, മെക്കാനിക്കൽ ഡിസൈൻ ഓഫ് ഓവർഹെഡ് ലൈൻ. അതായത് ഓവറായിട്ട് സാഗും വരാൻ പാടില്ല, എന്നാൽ ഓവറായിട്ട് ടെൻഷനും വരാൻ പാടില്ല. The conductor sag should be kept to a minimum in order to reduce the conductor material required and to avoid extra pole height for sufficient clearance above ground level. അതായത് കണ്ടക്ടർ സാഗ് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. മിനിമം അവിടെ എന്തിനാന്ന് വെച്ചാല് നമ്മൾ അസ്യൂം ചെയ്യണം ആദ്യം കണ്ടക്ടർ സൈസ് മിനിമം, സാഗ് മിനിമം ആവണം. സാഗ് മിനിമം ആയാൽ നമുക്ക് കണ്ടക്ടർ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്താണ്, എക്സ്ട്രാ പോൾ ഹൈറ്റ് എന്ത് ചെയ്യാൻ വേണ്ട നമുക്ക്, കാരണം താഴത്തേക്ക് മുട്ടാൻ പാടില്ല അല്ലെ. ഇനി അത് കണ്ടക്ടർ സാഗിനെ വെച്ചിട്ട്, ഇനി ടെൻഷൻ എന്താ നമ്മൾ നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ ഡിസൈറബിൾ ദാറ്റ് ടെൻഷൻ ഇൻ ദ കണ്ടക്ടർ ഷുഡ് ബി ലോ ടു അവോയ്ഡ് ദ മെക്കാനിക്കൽ ഫെയിലിയർ ഓഫ് കണ്ടക്ടർ ആൻഡ് ടു പെർമിറ്റ് ദ യൂസ് ഓഫ് ലെസ് സ്ട്രോങ് സപ്പോർട്ട്സ്. അപ്പോ സാഗിന്റെ കാര്യത്തിൽ മിനിമം ആവണമെന്ന് പറഞ്ഞു, ഇനി ടെൻഷന്റെ കാര്യത്തിലോ മെക്കാനിക്കൽ ഫെയിലിയർ ഇല്ലാത്ത രീതിയിൽ അത് എന്ത് ചെയ്യണം,
മാക്സിമം ടെൻസ്ഡ് ആക്കിയിട്ട് അതായത് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ. However, low conductor tension and minimum sag are not possible. പക്ഷെ low conductor tensionഉം minimum sag എന്താണ് പോസിബിൾ അല്ല. എന്താ കാരണം? It is because low sag means എന്താ low sag എന്ന് പറയുന്നത്? Low sag എന്ന് പറഞ്ഞാൽ tight wire and high tension. Okay. Low sag means ചെയ്യുന്നത് എന്താണ്? Tight ആയിട്ട് high tension ആയിരിക്കും. Whereas low tension means എന്താ? Loose wire, increased sag. Therefore, in actual practice, a compromise is made between the two. Calculation of sag. In an overhead line, the sag should be so adjusted that tension in the conductors is within safe limits. ഒരു ഓവർഹെഡ് ലൈനിൽ സാഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു within safe ലിമിറ്റിലായിരിക്കണം. The tension is governed by conductor weight, effects of wind, ice loading and temperature variation. ഈ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കണ്ടക്ടറിന്റെ വെയിറ്റ് കൊണ്ട് ടെൻഷൻ വരാം, ഇത് വരാം, സാഗ് വരാം, എഫക്ട് ഓഫ് വിൻഡ് കാരണം ഇതൊക്കെ നമുക്ക് ബാധിക്കാം. It is a standard practice to keep conductor tension less than 50% of its ultimate tensile strength. That is, minimum factor of safety in respect of conductor tension should be 2. അപ്പോൾ മിനിമം ഇതിന്റെ കണ്ടക്ടർ ടെൻഷൻ ഷുഡ് ബി 2 ആവണമെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അതിന്റെ ടെൻഷൻ ഓവർ ആയിട്ട് വരാനും പാടില്ല, എന്നാൽ സാഗ് വരാനും പാടില്ല. So calculate the sag and tension of a conductor. Conditions are when supports are at equal level and supports are at unequal level. നമ്മൾ സാഗും ടെൻഷനും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ നോർമലി ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ രണ്ട് സൈഡിലും പോൾസ് സെയിം സൈഡിലായിരിക്കും. ഒരു ഹില്ലി ഏരിയ ആണെങ്കിൽ പോളുകൾ നിങ്ങൾ നോക്കി നോക്കിയാൽ കയറ്റം കയറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇറക്കം കയറുന്നതനുസരിച്ചിട്ട് സപ്പോർട്ട്സ് എന്തായിരിക്കും? അൺഈക്വൽ ലെവൽസിലായിരിക്കും. അപ്പൊ ഈ രണ്ട് ലെവലിലുള്ള നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. The first one, when supports are at equal level. ഇത് കണ്ടോ, സപ്പോർട്ട്സ് ഈക്വൽ ലെവൽ ആകുമ്പോൾ എയും ബിയും, അതായത് എ ബി എന്നുള്ള നമ്മുടെ രണ്ട് സപ്പോർട്ടാണ് കാണിക്കുന്നത്. Consider a conductor between two equilevel supports A and B with O as the lowest point as shown in the figure. ഇവിടെ O lowest point ആണ് shown. It can be proved that lowest point B will be the midspan. ഇത് midspan ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? പ്രൂവ് ചെയ്യും. ഓക്കെ. അപ്പോ let L be the total, L be the length of the span, L be the length of the span, W be the weight per unit length of the conductor, and T is the tension in the conductor. Now consider a point P on the conductor. ഈ കണ്ടക്ടർ P നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി take the lowest point. ഇത് lowest point O as the origin. നമ്മളെപ്പോഴും lowest point O as the origin ആണ് എടുക്കാറ്, അല്ലെ? അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് P and XY, P and Pയുടെ കോർഡിനേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡിലോട്ട് വൈയും ഹൊറിസോണ്ടൽ ആയിട്ട് എക്സും ആണെന്ന് നമ്മൾ നോക്കുക. ഫ്രം O to P, അതായത് ഇങ്ങനെയുള്ള ഇത് നമ്മൾ നോക്കാം. ഓക്കെ. അസ്യൂമിങ് ദാറ്റ് ദ കർവേച്ചർ, ഈ കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. സോ ഈ ഹൊറിസോണ്ടൽ ലെങ്ത് എക്സും 0 to P ഉള്ള ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആയിട്ട് എടുത്തു. So for two forces are acting on the portion of OP. ഈ OP യിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും, ഒന്ന് വെർട്ടിക്കൽ ഡൗൺവേർഡും എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടും. The weight Wx of conductor acting at a distance. അപ്പോൾ ഈ ഒരു ഇതിൽ ഫുൾ എടുക്കുമ്പോൾ പകുതിയിലായിട്ടാണ് നമ്മൾ അതിൻ്റെ ഇത് കൺസിഡർ ചെയ്യുക. x/2 ഫ്രം ഒരു x/2 ഡിസ്റ്റൻസിൽ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് Wx പറഞ്ഞിട്ടൊരു വെയിറ്റ്, അതായത് നിങ്ങൾ എടുത്ത് നോക്കി എന്തെങ്കിലും ഒരു എടുത്ത് കഴിഞ്ഞാൽ ഈ നടുവിൽ ആയിരിക്കും അതിന്റെ എന്ത് ചെയ്യാം? വെയിറ്റ് കൂടുതലായിട്ട് ആക്ട് ചെയ്യാം, അല്ലെ? അതുപോലെ അതിന്റെ ടാൻജൻഷ്യൽ ആയിട്ട് ഉണ്ടാവും, അതായത് ടെൻഷൻ T ആക്ടിങ് ആയിട്ട് ഇക്വേറ്റിംഗ് ദ മൊമെന്റ്സ്. അപ്പൊ രണ്ട് മൊമെന്റ്സും തമ്മിൽ എന്ത് ചെയ്യാണ്? ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ മൊമെന്റ്സ്, ഹൊറിസോണ്ടൽ മൊമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? T ഇൻറ്റു വൈയും വെർട്ടിക്കൽ എന്താണ്? W ഇൻറ്റു x/2, അതായത് വെർട്ടിക്കൽ വെയിറ്റ് ഇൻറ്റു എന്താണ്? ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഇവിടെ എന്താണ്? ഹൊറിസോണ്ടൽ ടെൻഷൻ ഇൻറ്റു പീൽക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. That is Ty is equal to Wx into x/2 or y is equal to Wx square by T2. ഇനി നമ്മൾ പറയുന്നത് the maximum dip sag is represented by the value of y at either of the supports A and B. A and B യിലും എന്താണ്? നമ്മൾ y ഉള്ള എന്താണ് ഇതാണ് സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ L/2 കൊടുക്കും. അപ്പൊ നമ്മൾ ഈ P വെച്ചിട്ടാണ് പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇത്രയും നമ്മൾ പറഞ്ഞത് ഈ ഒരു ചെറിയ പോർഷൻ ആയിട്ടാണ്. അപ്പൊ നമ്മൾ A to B യിലുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ A to B കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ
O2P യിൽ x/2 പകുതിയിൽ തൊട്ടിട്ടാണ് വന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? x ന് നമ്മൾ എന്ത് കൊടുക്കും? L/2 കൊടുക്കും. ഓക്കെ, അതേപോലെ ഈ y-ക്ക് പകരം എന്ത് ചെയ്യും? S കൊടുക്കും. അപ്പൊ എന്തായി? at support A x is equal to എന്തായി? L/2 കൊടുത്തു. കാരണം സപ്പോർട്ട് എയുടെ ഇത് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫുൾ A to B ആകുമ്പോൾ അതിന്റെ മിഡിൽ ഇതാണ് വരിക. അപ്പോൾ ഇവിടെയാണ് അതിന്റെ വെയിറ്റ് വരിക. അപ്പൊ എന്താണ്? L/2 കൊടുത്തു. Y is equal to എന്ത് കൊടുത്തു? S കൊടുത്തു. Therefore sag ഈ y-ക്ക് പകരം എന്ത് ചെയ്തു? S W ഇവിടെ x ന് പകരം നമ്മൾ എന്താണ്? L/2 whole square into 2t, or we can say that WL square 8t. ഇതാണ് equidistance ഉള്ള sag. Now when supports are at unequal levels, in hilly areas we generally come across conductors suspended between supports at unequal levels. ഒരു hilly area ലാണെങ്കിൽ ഇങ്ങനെ ഒരു unequal ലെവലിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും നോക്കി നോക്കിയാൽ ഡിഫറെന്റ് ലെവൽസിലാണ് നിൽക്കുന്നത്. സോ ദ ലെവൽ പോയിന്റ്സ് ഓൺ ദ കണ്ടക്ടർ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ എവിടെയാണോ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് അവിടെയാണ് വരിക. അപ്പൊ മിഡിലായിരിക്കില്ല. ഓക്കെ, ലെറ്റ് L be the span length. ഇതിന്റെ ഡിസ്റ്റൻസ് span length. H is the difference in level between two supports. രണ്ട് സപ്പോർട്ട്സ് തമ്മിലുള്ള ലെവൽ ബിറ്റ്വീൻ H കൊടുത്തു. X1 is the distance of support at a lower level from O. X2 is the distance of support at a higher level, that is B from O. അതായത് B T be the tension in the conductor. We know that y is equal to wx square by 2t. നമ്മൾ നേരത്തെ എഴുതിച്ചില്ലേ? v is equal to y is equal to wx square by 2t. അതിലേക്ക് നമ്മൾ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കുക ചെയ്ത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അറ്റ് സപ്പോർട്ട് എയിൽ നമ്മളുടെ ഈ എക്സിന് എന്താണ് കൊടുക്കണം? x1 കൊടുക്കാം, ഡിസ്റ്റൻസ് ഇതല്ലേ. y-ക്ക് എന്താണ്? s1 കൊടുക്കാം. അപ്പൊ ഇവിടെ അത് സാഗ് s1 എന്തായിരിക്കും? wx1 square by 2t ആവും. അതേപോലെ നമ്മള് എക്സിന് x2ഉം y-ക്ക് s2ഉം കൊടുക്കുമ്പോൾ sag s2 is equal to wx square by 2t ആക്കി. അപ്പൊ നേരത്തെ ജനറൽ ഇക്വേഷൻ കിട്ടും. Also we know that x1 plus x2 is equal to L. നമ്മൾ ആ x1 plus x2 is equal to L നെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുത്തു. Now നമ്മൾ എന്ത് ചെയ്യാണ്? s2 minus s1 കൊടുക്കുകയാണ്. s2 minus s1 എടുക്കുക. s2 minus x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s2 നമ്മൾക്കറിയാം wt into w into x2 square by 2t ആയിരുന്നു. s1 എന്താണ്? wx1 square by 2t ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തായി? w by 2t into x2 square minus x1 square. x2 square minus x1 square എന്താണ്? x2 plus x1 into x2 minus x1. Therefore s2 minus s1 is equal to wl by 2t into x2 minus x1. കാരണം എന്താണ്? ഇവിടെ ഈ L വന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു x1 plus x2 ഡിസ്റ്റൻസ് L ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ബാക്ക് അടിച്ച് നോക്കിയാൽ കാണാം. ഓക്കെ, therefore s2 minus s1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sag s2 minus sag s1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? h ആണ്, ഹൈറ്റ്. ആ ഹൈറ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ, ഹൈറ്റ് ആണ്. രണ്ട് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് s2 minus s1. ഓക്കെ, അപ്പോൾ h is equal to wl by 2t x2 minus x1 ആയി. Or we can say that x2 minus x1 is equal to എന്താണ്? x2 minus x1 is equal to 2t ഇങ്ങോട്ട് പോയി, 2th wl താഴ്ത്തു. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ നേരത്തെ അവിടെ എന്ത് എഴുതിച്ചിട്ടുണ്ട്? x2 plus x1 is equal to L എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ എഴുതിച്ചിട്ടുണ്ട്. Now solving this expression 1 and 2 we get എന്താണ്? x1 is equal to 1 by 2 minus t by h omega L and x2 is equal to 1 by 2 plus t by h omega. Having found x1 and x2, values of s1 and s2 can be easily calculated. അപ്പോൾ നമുക്ക് ഈ x1 ഉം x2 ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് s1 s2 എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് s1 s2 നേരത്തെ നമ്മൾ എഴുതിച്ചില്ലേ s1 s2, അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Next, effect of wind and ice loading. The above formula for sag are true only in still air. നമ്മൾ നോർമൽ എയറിൽ at a normal temperature when the conductor is acted its weight only.
However, in actual practice, a conductor may have ice coating and simultaneously subjected to wind pressure. നോർമലി ഉള്ള കേസിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ആക്ച്വൽ പ്രാക്ടീസിൽ എന്തുണ്ടാവും? കണ്ടക്ടറിന്റെ മുകളിൽ ഐസ് കോട്ടിംഗ് ഉണ്ടാവാം, അതുപോലെ എന്താണ് വിൻഡ് പ്രഷർ ഉണ്ടാവും. The weight of ice acts vertically downwards in the same direction as the weight of the conductor, and the force due to the wind is assumed to act horizontally at right angles to the projected surface of the conductor. Hence, the total surface of the conductor is the vector sum of horizontal and vertical forces as shown in the figure. അതായത് നമ്മളുടെ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ ഡൗൺവേർഡ് ആണ് ഉണ്ടാവുക. അതേപോലെ ഐസിന്റെ വെയിറ്റും കാരണം എന്താണ് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പൊ അതെന്താണ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഐ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത്. ഡബ്ല്യു ഐ എന്ന് പറഞ്ഞാൽ എന്താണ് വെയിറ്റ് ഓഫ് ഐസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇനി വിൻഡ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, അപ്പോ അതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും എന്ത്? ഡബ്ല്യു ടി ആണ്. Therefore, total weight of the conductor per unit length is WT is equal to ഇതിന്റെ ഇതെടുക്കുക എന്താണ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഐ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് ഡബ്ല്യു ഡബ്ല്യു ഹോൾ സ്ക്വയർ റൂട്ട് കാണാം. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഐ ഹോൾ സ്ക്വയർ പ്ലസ് ഡബ്ല്യു ഡബ്ല്യു സ്ക്വയർ, where W is the weight of the conductor per unit length. And weight of conductor per unit length ആണ് conductor material density into volume per unit length ആണ്. അതുപോലെ WI എന്ന് പറയുന്നതാണ് weight of ice per unit length, that is density of ice into volume of ice per unit length. That is density of ice into volume of ice per unit length എന്താണ്? ഇവിടെ D ആണ് അതിന്റെ ഡയമീറ്റർ വിചാരിക്കാം. ഓക്കെ, അപ്പൊ it will be I by 4 into D plus 2T whole square minus D square into 1 ആണ്. ഈ D plus 2T whole square ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മൈനസ് D square ചെയ്ത് കഴിഞ്ഞാൽ 4DT plus 4T square വരും. എന്താണ് ഇവിടെ? D square plus 2 into 2 എന്താണ്? 4DT അല്ലെ? പ്ലസ് പിന്നെന്താണ് വരിക? പ്ലസ് 4T സ്ക്വയറിൽ വരിക. അപ്പൊ അതിൽ നിന്ന് ആ D square എടുത്ത് കളഞ്ഞു. Therefore, density into ice into 4 ആയിട്ട് ത്രൂ ഔട്ട് വെട്ടുമ്പോൾ എന്തായി? ടീനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തപ്പോൾ പൈ ടി ഇൻറ്റു ഡി പ്ലസ് ടി വന്നു. WW, that is wind force per unit length, that is wind pressure per unit area into projected area per unit length, that is wind pressure into projected area ആണ് കഴിഞ്ഞാൽ D plus 2T into 1. When the conductor has wind and ice loading also, the following points may be noted. എന്തൊക്കെയാണ്? The conductor sets itself in a plane at an angle theta to the vertical verb. വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നതിനും ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നതിന് ഒരു ആംഗിൾ തീറ്റയിലാണ് നിൽക്കുക. Therefore, tan theta is equal to എന്താണ്? WW divided by W plus WA. The sag in the conductor is given by S is equal to എന്താണ്? WT L square by 2T. അപ്പൊ നേരത്തെ W ന് വരുമ്പോൾ എന്ത് ചെയ്യും? WT കൊടുക്കും. WT എങ്ങനെ കാണിക്കേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ? റൂട്ട് ഓഫ് W plus WI whole square plus WW square. Hence, S represents the slant slag in a direction making an angle theta to the vertical. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഐസ് കോട്ടിംഗ് വരുമ്പോൾ വെർട്ടിക്കൽ ആയിട്ട് കാണിക്കുന്നത് ചെറിയൊരു തീറ്റ ആംഗിൾ ആയിട്ട് ഇരിക്കും. If no specific mention is made in the problem, then slant slag is calculated by using the above formula. അപ്പോൾ slant slag എന്താണ്? S is equal to ഇങ്ങനെയാണ് കൊടുക്കുക. The vertical sag ആകുമ്പോൾ എന്താണ്? It is S cos theta. Okay, thank you.